ഇനിയെങ്കിലും കുനിഞ്ഞു നിന്ന് മാധ്യമ പ്രവർത്തനം നടത്താതെ നട്ടല് നിവർത്തി നിന്ന് നിന്റെയൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തൂ അപർണെ എന്നാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം. ഒരു കാര്യം പറയാം, അപർണ കുറുപ്പ് എന്ന മാധ്യമ പ്രവർത്തക ജോലി ചെയ്യാൻ തുടങ്ങിയ ആദ്യത്തെ ദിവസം തൊട്ട് ഇതാ ഇന്ന് വരെയും ഈ സ്ക്രീനിലുണ്ട്. ഏതെങ്കിലും ഒരു ചാനലിന്റെ സ്ക്രീനിൽ നിന്ന് തന്നെയാണ് മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അപർണ ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തനം ഇവിടുത്തെ റെക്കോർഡായി തന്നെ ഇന്നാട്ടിൽ നിലവിലുണ്ട്. അപർണ നടത്തിയ മാധ്യമ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് എന്താണ് പരാതിയുള്ളത്? നിങ്ങൾക്ക് എന്ത് ആക്ഷേപമാണ് ഉന്നയിക്കാനുള്ളത്? ആ ആക്ഷേപവുമായി വരൂ. പറയാനുള്ളത് കൃത്യമായി പറയാൻ പഠിക്കൂ. അതല്ലാതെ ഏതെങ്കിലും ഒരു കാർഡ് ഇറക്കി സ്ത്രീകളെ സ്ത്രീ ശരീരം എന്നത് താങ്കൾക്കൊരു ബാധ്യതയായിരിക്കാം. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് അതൊരു ബാധ്യതയല്ല. ഞങ്ങളുടെ അഭിമാനമാണ് ഈ ശരീരം. നിങ്ങൾക്ക് പുരുഷനില്ലാത്ത ശരീരം, സ്ത്രീകൾക്ക് മാത്രമായൊരു ശരീരമുണ്ട് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അത് നിങ്ങളുടെ ബുദ്ധിയുടെ പ്രശ്നമാണ്. അതിൽ ഞങ്ങൾക്ക് യാതൊന്നും പറയാനില്ല. മറിച്ച് അപർണയുടെ മാധ്യമ പ്രവർത്തനത്തെ നിങ്ങൾ ചോദ്യം ചെയ്താൽ, അപർണ ചെയ്തിട്ടുള്ള ഇന്ന് വരെ ചെയ്തിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തെയാണ് നിങ്ങൾ ഇങ്ങനെ അപമാനിക്കുന്നതെങ്കിൽ, അധിക്ഷേപിക്കുന്നതെങ്കിൽ അതിന് മറുപടി പറയാതെ പോകാൻ കഴിയില്ല. അത് നിയമപരമായാലും അല്ലാതെ ആയാലും. നിങ്ങളുടെ പോസ്റ്റിന് താഴെ വന്ന് കൈയടിക്കുന്ന നിരവധി ആളുകളെ ഞങ്ങൾ കാണുന്നുണ്ട്. ആ കൈയടി ഈ സമൂഹത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവ് ഉള്ള ആളുകൾ തന്നെയാണ് ആ സമൂഹം. ഒരു പ്രത്യേക ഒരു സൈക്കോളജിക്കൽ ഇത് വിനായകൻ ഇത് സ്വന്തമായിട്ട് എഴുതിയ പോസ്റ്റ് അല്ല എന്നുള്ളതിന് വിനായകന്റെ ഇത്രയും കാലമുള്ള സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ് മാത്രം മതി. അത് നല്ലതാണ്. വിനായകൻ, നിങ്ങൾക്ക് വൃത്തിയിൽ സംസാരിക്കാൻ അറിയുകയില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അഡ്മിനെ വെച്ച് നിങ്ങളുടെ പേജ് കൊണ്ട് നടക്കുന്നത് നല്ലതാണ്. അത് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു. അപ്പോഴും അത് നിങ്ങളുടേതാണെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടുകാർ വിശ്വസിക്കണമല്ലോ. ഒരു സുപ്രഭാതത്തിൽ വിനായകന് ഇത്ര വൃത്തിയായി ഭാഷയിൽ പറയാൻ അറിയില്ലല്ലോ. അതെ, പക്ഷെ അപ്പോഴും അത് വിനായകനാണ് എന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ചില വാക്കുകൾ ഇല്ലാതെ കഴിയില്ല. അതുകൂടെ ചേർത്തുകൊണ്ടുള്ള ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തക ശ്രീമതി പി ഗീത നമ്മളോടൊപ്പം ലൈനിലുണ്ട്. ഗീത ടീച്ചർ, ഇന്ന് അപർണയ്ക്കെതിരെയുള്ള മറുപടി വരുന്നത് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ആ മറുപടി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തനത്തെക്കാൾ വിനായകന്റെ ഈ തെറിവിളികൾക്കൊക്കെ അന്തസ്സുണ്ടെന്നാണ്. ആ അന്തസ് അംഗീകരിക്കാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. മറ്റൊന്ന്, മാധ്യമ സ്ത്രീ ശരീരം, സ്ത്രീ ആകുമ്പോൾ മാത്രം അത് എങ്ങനെയാണ് ടീച്ചർ ഒരു ശരീരമായി മാറുന്നത്? പുരുഷനാവുമ്പോൾ അഭിമാനമാണ്, അത് ആൾരൂപമാണ്. സ്ത്രീ ആവുമ്പോൾ അത് വെറും ശരീരം മാത്രമായി മാറുന്നത് എങ്ങനെയാണ്? അത് കാഴ്ചയുടെ പ്രശ്നമാണ്. ഒരു സ്ത്രീയെ കാണുന്നത് ശരീരമായിട്ടാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ, അതാണ് ഒരു സ്ത്രീ എന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇന്നിപ്പോ എന്താ ചെയ്യാ? അത് അയാളുടെ കാഴ്ചയുടെ വിഷയമാണ്. അവിടെയാണ് പരിഹരിക്കേണ്ടത്. ആ കാണുന്ന രീതിയിൽ പരിഹാരം വരേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു ആള്, അദ്ദേഹം വിനായകനോ സദാനന്ദനോ ആരും ആവട്ടെ, അത്തരത്തിലുള്ളൊരാള് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല്, കാരണം അവർക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ടെന്ന് അവർ കരുതുന്നുണ്ടോ? എന്താണ് ആ ലൈസൻസ്? ആണാണെന്നുള്ളതോ? എങ്ങനെയാണ് അത് അങ്ങനെ ഒരു ലൈസൻസ് ആയിട്ട് കരുതുകയും അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അവർ ആർക്കെതിരെ എന്തും വിളിച്ചു പറയുകയും ചെയ്യില്ല. തനിക്ക് എന്തെങ്കിലും ഒരു അപ്രിയമോ അനീതിയോ തോന്നുന്ന ഒരാൾക്കെതിരെ ഒരു സ്ത്രീ ആണെങ്കിൽ ശാരീരികമായിട്ട് അവമാനിക്കുക, ലൈംഗികമായിട്ട് അവമാനിക്കുക. ലൈംഗികം എന്ന് പറയുമ്പോൾ അത് വീണ്ടും അത് പ്രശ്നവൽക്കരിക്കാവുന്ന ഒരു വാക്കാണ്. ഏത് തരത്തിലാണെങ്കിലും അവരോട് ഏറ്റവും നിന്ദ്യവും നീചവുമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന, അവരെ കുറിച്ച് ഏറ്റവും നിന്ദ്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രവണത എന്തിന്റെ പേരിലാണ്? ജാതിയുടെ പേരിൽ നമുക്ക് പൊറുക്കേണ്ടതുണ്ടോ? അപ്പോ എങ്ങനെയാണ്, എനിക്ക് മനസ്സിലായിട്ടില്ല. അത് ആൾക്കാർക്ക് എങ്ങനെയാണ് അത് പറയാൻ പറ്റുന്നത് ഈ കാലത്ത്? എന്തിന്റെ മുകളിലാണ് പറയാൻ പറ്റുന്നത്? എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കില്ല എന്ന് വിചാരിച്ചോ? അല്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് വിചാരിച്ചോ? എന്ത് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്? അത് എനിക്ക് തോന്നുന്നു അപർണ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ പോകാൻ അപർണയ്ക്ക് സാധിക്കട്ടെ. അത് എന്താന്ന് വെച്ചാൽ അത് ശരിയല്ലല്ലോ. കാരണം ഇനിയിപ്പോ ആർക്കെതിരെ എന്തും പറയാൻ പറ്റൂലോ. കാരണം ഒരു പ്രത്യക്ഷമായിട്ട് ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ത്രീയോട് ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഇവരുടെ ഒരു പബ്ലിക് പ്രോപ്പർട്ടി പോലെ അവർക്ക് തോന്നുന്നുണ്ടോ? മാധ്യമ പ്രവർത്തനം നടത്തുന്ന സ്ത്രീ, സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീ എന്നൊക്കെ ഉള്ളത് അവരൊരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അവർക്ക് എന്തും പറയാനുള്ള ഒരു കൺസെന്റ് എങ്ങനെയാണ് കിട്ടുന്നത്? അത്തരത്തിലുള്ള ഒരു സാധനത്തെ ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ. അത് സ്ത്രീകൾ തന്നെയാണ് അത് ബ്രേക്ക് ചെയ്യേണ്ടത്. നമുക്കത് അത്തരത്തിലൊരു കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. അതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ആർക്കും എന്തും വിളിച്ചു പറഞ്ഞു പോകാവുന്ന ഒരു വഴിയമ്പലം പോലെ അല്ലല്ലോ സ്ത്രീകളെ കണ്ടത്. ഇപ്പോൾ
ഈ അപർണയെ പറയുന്നത് മാത്രമല്ല, ചാനലിൽ അന്തിച്ചർച്ച നടത്തി അവിടെയും വിനായകനെ വിറ്റ് നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഓണക്കോടിക്കുള്ള വകയൊപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ ചാനലിൽ ജോലി ചെയ്യുന്ന ബാക്കി പുരുഷന്മാരുടെ വീട്ടിലുള്ള സ്ത്രീകളെയാണ് പറയുന്നത്. അതായത് സ്ത്രീകളാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഇര. സ്ത്രീകളെ പറയാതെ വിനായകൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് സ്ത്രീകളോടുള്ള ആ വലിയ ബഹുമാനത്തിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനെ പിന്തുണയ്ക്കാൻ ആ താഴെ വന്ന് കൈയടിക്കുന്ന മഹാന്മാരോട് അതിലും വലിയ നമസ്കാരം പറയുകയല്ലാതെ വേറെ മറ്റൊന്നും വഴിയില്ലല്ലോ. അപർണ, ഈ വിഷയത്തിൽ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞത് അടൂരിനെതിരെയും യേശുദാസിനെതിരെയും വിനായകൻ എന്ന് പറയുന്ന സിനിമാ നടൻ ഇട്ട ആ പോസ്റ്റിലെ വാക്കുകളെ കുറിച്ചായിരുന്നു, അതിൽ ഉപയോഗിച്ച അസഭ്യമായ ഭാഷയെക്കുറിച്ചായിരുന്നു. ഈ പുലഭ്യവും അദ്ദേഹം ആ വാക്കുകൾ ഇങ്ങനെ പലതവണ ആവർത്തിച്ച് അതുണ്ടാക്കുന്ന ഒരു റെറ്റോറിക് ഉണ്ടല്ലോ, മൊത്തത്തിൽ സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിലെ അധകൃതർക്ക് വേണ്ടി. ഇതാദ്യമായല്ല ഇയാൾ ഇത് ചെയ്യുന്നത്. പലതവണ ആവർത്തിച്ചിട്ടുള്ള അതേ പാറ്റേൺ. ഒരു പക്ഷേ ഇന്നലെ വിനായകന്റെ മറുപടി വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച അതേ മറുപടിയാണിത്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. കുറച്ചുകൂടി നന്നായി കൺസ്ട്രക്ട് ചെയ്യാൻ ആരെയോ ഏൽപ്പിച്ചു എന്ന് തോന്നുന്നു. അത് ആരായാലും അതിൽ വിനായകന്റെ ആ കൃത്യം രണ്ട് റെറ്ററിക്കാണ്. അത് തന്നെ പറയണം ശ്രീജ. ഒന്ന്, മാധ്യമങ്ങൾ എന്നുള്ള ഒരു മൊത്തത്തിൽ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കെതിരെയുള്ള ഒരു പൊതുബോധ്യം, പോലീസുകാർക്കെതിരെയുള്ള ഒരു പൊതുബോധ്യം, മാധ്യമങ്ങൾ മുഴുവൻ ഈ തരത്തിലാണ് എന്നുള്ള സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ഒരു സ്ക്രൂട്ടിനിയൊക്കെ ഉണ്ട് പല വിഷയങ്ങളിൽ. അത് ആരോഗ്യകരമായുള്ള ചർച്ചകളിലൊക്കെ നമ്മളും സമൂഹ മാധ്യമങ്ങൾ അത് കൂടെ നിൽക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം പറയുമ്പോൾ ഒരു സ്ത്രീക്കെതിരെ മോശമായിട്ടാണ് പറയുന്നത് എന്നുള്ളതിൻ്റെ കനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ മുഴുവൻ മാധ്യമ സംസ്കാരം ശരിയല്ല, അതുകൊണ്ട് മാധ്യമങ്ങളെ ഞാൻ അങ്ങ് പറഞ്ഞ് നന്നാക്കുകയാണ്. വിനായകൻ, നിങ്ങൾക്ക് പറഞ്ഞ് നന്നാക്കാൻ നിങ്ങളുടെ ഒരു ഇൻഡസ്ട്രി ഉണ്ട്. ആ ഭാഗത്തോട്ട് നിങ്ങൾ പോവുകയോ നിങ്ങളെ അവരടുപ്പിക്കുകയോ ചെയ്യുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ അത് പറയുക, അതൊന്ന് കൈയടിയിട്ടും. രണ്ടാമതാണ് ഈ പുലഭ്യം എന്നുള്ളൊരു വാക്ക്. അത് പുലയ വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് എന്ന തരത്തിലുള്ളൊരു ഇതാണ്. ഏതെങ്കിലും നിഘണ്ടുവിലോ ഡിക്ഷണറിയിലോ പരതിയിട്ടോ ശബ്ദധാരാവിലോ പരതിയിട്ടോ അല്ല വിനായകൻ അത് പറയുന്നത്. പകരം ശ്രീജ, ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്കൊരു തോന്നുന്നുണ്ടല്ലോ, ഇതൊരു പച്ചയായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ ആ സമൂഹത്തിന്റെ ഭാഷയാണ്. അപ്പൊ ആ ഭാഷ ഈ പുലഭ്യം രസമതല്ല, ഈ പുലഭ്യം എന്നുള്ള വാക്ക് അത് വിനായകന്റെ പോസ്റ്റിലുള്ളതല്ല. എനിക്ക് പിന്നെ ചോദിക്കാൻ കഴിയില്ലല്ലോ, നിങ്ങൾ ഈ പച്ചത്തറി ആ പേരെടുത്ത് എനിക്ക് എങ്ങനെയാണ് വിനായക നിങ്ങളുടെ ഒരു നിലവാരത്തിൽ വന്ന് അത് പറയാൻ കഴിയുക? അതെ, അപ്പൊ നമുക്ക് പറയാൻ കഴിയുന്ന മാക്സിമം എന്താണ്? നിങ്ങൾ ഈ പുലയാട്ട് നടത്തുകയാണോ, പുലഭ്യം നടത്തുകയാണോ എന്നാണ് ചോദിക്കുക. അപ്പോൾ അതിനെ, ആ പുലഭ്യം എന്നുള്ള വാക്കിനെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് അതൊരു കമ്മ്യൂണിറ്റിയുടെ ഇതാണ് എന്ന് പറയുക. ഇത് കൂട്ടിച്ചേർത്ത് അങ്ങനെ കൂട്ടിച്ചേർക്കാൻ മലയാള ഭാഷയിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥിരീകരണമോ സാധൂകരണമോ ഇല്ല വിനായകൻ. നിങ്ങളുടെ പേജ് നോക്കുന്ന അഡ്മിനോട് കുറച്ചുകൂടി അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്ന ആൾക്കാർ ഈ കേരളത്തിലുണ്ട്. മലയാള ഭാഷയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടത് അതുകൂടി ഒന്ന് അന്വേഷിക്കുക. അങ്ങനെ ചർച്ചകൾ നടക്കുമ്പോൾ ഈ വാക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുമല്ലോ. ഇത് ഞാൻ പറഞ്ഞത് ഈ പോസ്റ്റിൻ്റെ ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗത്തിൽ നമുക്ക് ഈ ചർച്ചകളൊന്നും നടക്കുന്നില്ല. വളരെ മോശം വാക്കുകൾ 1, 2, 3, 4 എന്ന് വളരെ മോശമായിട്ട് എഴുതിയിരിക്കുകയാണ്. വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചിരിക്കുന്നു. കേരളത്തിലെ മുഴുവൻ മാധ്യമരംഗത്തെ സ്ത്രീകളെയും അധിക്ഷേപിച്ചിരിക്കുന്നു. മാധ്യമ പ്രവർത്തകരെ മൊത്തം അധിക്ഷേപിച്ചിരിക്കുന്നു. ഈ അധിക്ഷേപിക്കുമ്പോൾ ലൈംഗികാവയവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് മാത്രമേ അധിക്ഷേപിക്കാവൂ. അതാണ് ദളിത് വിഭാഗത്തിൻ്റെ